എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയുന്നത് നമുക്ക് സർവ ഐശ്വര്യം ഉണ്ടാവാനും സർവ ഗുണങ്ങളും എന്നേക്കുമായിട്ട് നിലനിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധി. ഇതാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളത് നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടായിരിക്കും. എല്ലാവരും ചോദിക്കാറുണ്ട്, എന്ത് ചെയ്തിട്ട് രക്ഷയില്ല, ഒരു ഗതിയില്ല, പുരോഗതിയില്ല എന്നുള്ളതൊക്കെ. ഇതിനൊക്കെ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? ഇത് നിലനിൽക്കാനും ഐശ്വര്യമൊക്കെ ഉണ്ടാവാനും എന്നും ഐശ്വര്യം നിലനിൽക്കാനും വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്താണ് ഇതിനൊരു പ്രതിവിധി? ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമുക്ക് ജീവിതത്തിലെ ഉയർച്ച എന്ന് പറയുന്നത്. ഉയർച്ച എന്ന് പറയുമ്പോൾ അത് കുറേ തരത്തിലുണ്ട്. സാമ്പത്തികപരമായിട്ട്, പൊതുജനങ്ങളുമായിട്ടുള്ള ഐക്യങ്ങൾ, അതുപോലെ കുടുംബ ഐക്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യങ്ങൾ, അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ടുള്ള ഐക്യങ്ങൾ, തൊഴിൽ സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ട ഐക്യങ്ങൾ, ഇതുപോലെ തന്നെയുള്ള ഐക്യങ്ങളും അടുപ്പങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഉയർച്ചയിലേക്കുള്ള പടികൾ നമുക്ക് തുറക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പണി ഉണ്ടാവും, പക്ഷെ ഒരു ഗതി പിടിക്കില്ല. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ എത്ര തന്നെ പണിക്ക് പോയാലും ജോലിക്ക് പോയാലും ഒക്കെ അതിൻ്റെതായ ഒരു വർക്കത്തും ഐശ്വര്യം ഇല്ലാതെ വരിക, പിന്നെ ആർക്കും നമ്മളെ കണ്ടുകൂടായിക വരിക. അങ്ങനെ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള എന്നെന്നും ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഇതൊന്നാമത്തെ ശത്രുദോഷം, കരിങ്കണ്ണ്, കരിനാവ്, പ്രാർത്ഥനാദോഷം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് എന്നും അസ്വസ്ഥതകൾ ഫീൽ ചെയ്യാം. ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ടും ശാരീരികപരമായിട്ടൊക്കെ സാമ്പത്തികപരമായിട്ടും നമുക്ക് പതനം വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടാണ് നമുക്ക് ശത്രുദോഷം. ഈ ശത്രുദോഷം എത്തിന് ഒരുപാട് പ്രതിവിധികളും പൂജകളൊക്കെ ഒരുപാട് ചെയ്തിട്ടും നമുക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു ഗുണാനുഭവം, കാരണം എത്ര തന്നെ ചെയ്താലും ജനങ്ങൾക്ക് നമ്മളോടുള്ള വിരോധം മാറുക എന്ന് പറയുന്നത് സാധിക്കാതെ വരിക. കാരണം ഇതിൽ നിന്നും പ്രശ്നക്കാർ വെറുതെ നമ്മളെ പരവയ്ക്കുക, അങ്ങനെ നമ്മൾ ചെയ്യുന്നതൊന്നും ആർക്കും കണ്ടുകൂടായിക വരിക, നമ്മളെ വെറുതെ എല്ലാവരും തർക്കിക്കാനും ഇതിനൊക്കെ വരിക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് നമ്മൾ എല്ലാ തരത്തിലും ഒറ്റപ്പെടും, ആർക്കും വേണ്ടാത്ത ഒരാളായി മാറുന്ന ഒരവസ്ഥ വരും. ഇതിൽ നിന്നൊക്കെ മാറി നല്ല ഒരു ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ജീവിതം ഉണ്ടാവാൻ എല്ലാവരും അമ്പലങ്ങളിൽ പോവും, തൊഴും പ്രാർത്ഥിക്കും, കുറേ ഇഷ്ടദേവൻ്റെ അടുത്തേക്ക് പോവും, തൊഴും പ്രാർത്ഥിക്കും. ഇതുപോലുള്ള പല പല പ്രതിവിധികളൊക്കെ ചെയ്തിട്ട് ഒന്നും ഒരു ഗുണവും കാണുന്നില്ല. തൽക്കാലം ഒരു മാറ്റം വരും, എന്നാൽ എന്നേക്കുമായിട്ടുള്ളൊരു ഗുണം കാണുന്നുമില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിന് എന്നേക്കുമായിട്ടൊരു സൊല്യൂഷനാണ് നമ്മൾ കാണേണ്ടത്. ഈ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോടുള്ള വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളും മാറി എല്ലാവരും നമ്മളെ വേണ്ടപ്പെട്ട ഒരാളാക്കി മാറ്റണം എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ശത്രുത ഒഴിവാവുള്ളൂ. ഈ ശത്രുത എന്ന് പറയുന്നത് തന്നെ മറ്റൊരാൾക്ക് നമ്മളോട് തോന്നുന്ന വിരോധമാണ്. ഈ വിരോധം മാറി അവർക്ക് നമ്മളെ സ്നേഹമായി വന്നു കഴിഞ്ഞാൽ ശത്രുക്കൾ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്നല്ല. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ, എല്ലാവർക്കും വേണ്ട ഒരാൾ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ശത്രുദോഷം എന്ന് പറയുന്നതില്ല. എല്ലാവരും മിത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. ശത്രുക്കളൊക്കെ മാറി എല്ലാവരും മിത്രങ്ങളായി വരാൻ വേണ്ടിയിട്ട് ആണ് നമുക്ക് ഇതിന് വശ്യയന്ത്രം ധരിക്കാൻ പറ്റും. ഈ വശ്യയന്ത്രം കുറേ തരത്തിലുണ്ട്. അശ്വാരൂഢമുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാമദേവ വശ്യുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വശ്യയന്ത്രങ്ങളുണ്ട്. ഈ വശ്യയന്ത്രത്തിൽ നമ്മുടെ ഇതിനനുസരിച്ച ഒരു യന്ത്രം, നമ്മുടെ ആവശ്യാനുസരണം നമ്മളൊരു ഏലസ് ഉണ്ടാക്കി ധരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്ര ചൈതന്യം നമ്മളിൽ നിലനിൽക്കാനാണ് നമുക്ക് ഏലസിൻ്റെ ഗുണം. അതായത് ചില ഏലസ് എന്ന് പറയുന്നത്, യന്ത്രം എന്ന് പറയുന്നതൊക്കെ, വശ്യയന്ത്രം എന്നൊക്കെ പറയുന്നത് ഒരു യന്ത്രത്തിൻ്റെ പ്രവർത്തനമാണ് അതിൽ നടക്കുന്നത്. നമ്മളിലേക്ക് വരുന്ന വിരോധങ്ങളുള്ളവരെയൊക്കെ മനസ്സിൽ തന്നെ നമ്മളോട് സ്നേഹമായി തോന്നുന്ന വശ്യശക്തിയെ പുറത്തേക്ക് തള്ളി ആ ഒരു സർവ്വതിനെയും നമ്മളിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു പ്രക്രിയ നടത്തുന്ന ഒരു സംഭവമാണ് യന്ത്രം എന്ന് പറയുന്നത്. അതാണ് ഈ യന്ത്രം, ഏലസിന് യന്ത്രം എന്ന് തന്നെ പറയാൻ കാരണം. അതിൻ്റെ പ്രവർത്തനം തന്നെ അതാണ്, യന്ത്രത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ആ ഏതൊരു വ്യക്തിയാണെങ്കിലും നമുക്ക് പല പല കാര്യങ്ങളൊക്കെ ചെയ്താലും ഏലസ് കെട്ടിയിട്ടുണ്ടാവില്ല. ചിലർക്ക് ഏലസ് കെട്ടുന്ന അത് കെട്ടിയിട്ടൊരു കാര്യമില്ല എന്ന് പറയും. പക്ഷേ ഒരു സിനിമയിലോ ഒരു കോമഡി ഷോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിലേറ്റം ഒരു ഏലസ് കെട്ടിയിട്ടുള്ള ഒരാളെ മേലെ ദേഹത്ത് ഒരിക്കലും ഒരു ബാധ യക്ഷ കയറുന്നതായിട്ട് കാണിക്കില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രക്ഷയുടെ പവിത്രത തന്നെയാണ്, അല്ലെങ്കിൽ പവർ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഏലസിന് അതിൻ്റെതായ ശക്തിയും ചൈതന്യം ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഈ ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഏലസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് കിട്ടുന്നതും വശ്യയന്ത്രം കിട്ടുന്നതും ഒരേ ഗുണമാണ്. ചില ശത്രുദോഷത്തിന് വേണ്ടിയിട്ടുള്ള ദുർബാധകൾ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ മറ്റേതെന്ന് പറയുന്നത് മറ്റുള്ള പൊതുജനങ്ങളിൽ നിന്ന് യാതൊരു വിരോധമില്ലാതെ എല്ലാവരും വശമായി എല്ലാ ആളുകളും നമുക്ക് നമ്മളോടുള്ള എല്ലാ ആളുകൾക്കും നമ്മളോട് ആകർഷണം തോന്നുന്ന ഒരു ക്രിയയാണ് അതിലുള്ളത്. അപ്പോൾ അത് കെട്ടുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ തരത്തിലും നമുക്ക് പൊതുജന വിരോധം മാറി സർവവശ്യമായിട്ട് വരും. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾക്കൊക്കെ ആണെച്ചെങ്കിൽ ഒരു അവഗണിക്കപ്പെടുക, അല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ തൊഴിൽ സ്ഥലത്ത് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകുന്നതൊക്കെ മാറി അവിടേക്കുള്ള ഉയർച്ച കിട്ടാനും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാവാനും എല്ലായിടത്തും നമുക്കൊരു സ്ഥാനമാനം കിട്ടാനും ഒക്കെ ഇതിന് വളരെ എഫക്റ്റീവാണ് വശ്യയന്ത്രം. ഇത് ധരിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പ്രതിസന്ധികളും വീട്ടിലും അല്ലെങ്കിൽ ഭർത്താക്കന്മാരായിട്ടും കുടുംബക്കാരായിട്ടൊക്കെ എല്ലാവരും വിരോധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിലുള്ള ഒരു വശ്യയന്ത്രം തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ കൊണ്ട് തയ്യാറാക്കിക്കുക. ഇപ്പം ഞങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് യഥാവിധി അതിൻ്റെ പൂജാ ഹോമാദികളൊക്കെ ചെയ്തിട്ട് നമ്മൾ തരുമ്പോൾ തന്നെ നമുക്കതിന് 2000 രൂപ അതിന് ചിലവുണ്ട്. നിങ്ങൾ അടുത്ത ആരെങ്കിലും നിങ്ങൾക്ക് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് തരുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ഉണ്ടാക്കിച്ച് നിങ്ങൾ ഒരു വശ്യയന്ത്രം ധരിക്കാൻ ശ്രമിക്കുക. വശ്യത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ തന്നെ സർവ്വതും നമ്മളിലേക്ക് ആകർഷിക്കുക എന്നുണ്ട്. അതിൽ സമ്പത്ത് ആകർഷിക്കും, സർവ്വജനം ആകർഷിക്കും, ഐശ്വര്യങ്ങളും എല്ലതും നമ്മളിലേക്ക് ആകർഷിച്ച് നമ്മുടെ ജീവിതത്തെ സന്തുഷ്ടമാക്കാനും സമാധാനപൂർണ്ണമാക്കാനും ഐശ്വര്യപൂർണ്ണമാക്കാനും കഴിയുന്ന ഒന്നാണ് ഏലസ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഈ പല പല പ്രതിസന്ധികളായിട്ട് മനസ്സ് മുട്ടിയിട്ട് ജീവിതത്തിൽ ഒരു കരകയറ്റമില്ലാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് നടക്കുന്നവർ, കടബാധിതയുള്ള ആളുകൾ, ഈ കടബാധിതയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ വശ്യയന്ത്രം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടം കൊടുക്കാനുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കതൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നമ്മളിൽ നിന്നും അത് സമാധാനപൂർവ്വം തന്നെ അവർക്ക് കൊടുത്തു തീർക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാനും ഒക്കെ വശ്യയന്ത്രത്തിന് വളരെ ഗുണമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എവിടെയും വിജയിച്ചു വരണം എന്നുണ്ടെങ്കിൽ ആ വിജയത്തിൻ്റെ പിന്നിൽ സർവരുടെയും സ്നേഹവും ഇഷ്ടമൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വശ്യയന്ത്രം. അപ്പോൾ ഈ വശ്യയന്ത്രം ആരെങ്കിലും ഇതുപോലെ തന്നെ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നടക്കുന്നവരും, ഇനി ഒരു രക്ഷയില്ല, ഒരു പിടിവള്ളിയില്ല, ഇനി ഞാൻ മരിക്കുകയാണ്, നാട് വിട്ടു പോവാണ്, ഇനി നാട്ടിൽ നിന്നിട്ടൊന്നും ഒരു കാര്യമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു വിലയില്ല, പിന്നെ എനിക്ക് കരകയറാൻ പറ്റില്ല, അതുപോലെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഇങ്ങനെയൊക്കെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സംശയം വിചാരിക്കേണ്ട, നിങ്ങൾ ഒരു വശീകരണ യന്ത്രം ധരിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. ഈ വശീകരണ യന്ത്രം ഇപ്പോൾ എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു അവസാന കൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അവസാന കൈ വെച്ചാൽ ഇനി പലതും ചെയ്തിട്ടൊന്നും രക്ഷയില്ല. ഇനി ഈ രക്ഷയില്ല എന്ന് വരുന്നത് തന്നെ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല, നമ്മളെ ആർക്കും ആവശ്യമില്ല, നമ്മളെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഏതൊരു വ്യക്തിയുടെയും പരാജയത്തിൻ്റെ പിന്നിൽ തൊഴിലില്ലായ്മയാവും. അപ്പോൾ അതിന് തൊഴിൽ നമുക്ക് തരാൻ തോന്നാൻ നമ്മളോടുള്ള ഇഷ്ടം തോന്നണം. ചിലർ കടബാധിതയാവും. ഈ കടം നമുക്ക് കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ആൾക്കാർ നമ്മൾ സമാധാനപൂർവ്വം നമ്മളായിട്ട് ഇടപെടണം. അതുപോലെ തന്നെ ബന്ധുക്കളാണെങ്കിൽ സ്നേഹത്തിൻ്റെ ആണെങ്കിൽ അങ്ങനെ എന്ത് കാര്യത്തിലും നമ്മളെ പിന്തള്ളുന്നതും ഒറ്റപ്പെടുത്തുന്നതും മാറി എല്ലാവരിലേക്കും ഒന്നാമതായി വരാൻ കഴിയുന്ന ഒന്നാണ് വശ്യയന്ത്രം. ഈ വശ്യയന്ത്രം ഒരുപാട് തരത്തിലുണ്ടത്. ഓരോരുത്തരുടെയും തരത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം അനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മികളെ കൊണ്ടോ നിങ്ങൾ ഉണ്ടാക്കി ധരിക്കുകയാണെങ്കിൽ അതിന് വളരെ എഫക്റ്റീവാണ്. നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോയി എന്ന് പറഞ്ഞവിടത്ത് നിന്ന് നമുക്ക് പിടിച്ചു കയറാനുള്ള ഒരു കച്ചിത്തുരുമ്പ് നമ്മളെ കയ്യിൽ വന്ന് ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളാൽ നേരിടുകയും തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഐശ്വര്യമില്ലാത്തവരും ഉയർച്ചയില്ലാത്തവരും കുടുംബപരമായിട്ട് വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളും കുടുംബജന പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന വിരോധങ്ങളും മാറി എല്ലാ തരത്തിലുള്ള ഐശ്വര്യം അഭിവൃദ്ധി സമ്പത്തും നിങ്ങളിലേക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞു തന്നത്. പലന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാതെ പോകുന്നവരുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്കൊരു പിടിവള്ളിയാണ് എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.